ഹലോ ഗൈസ്, വെൽക്കം ടു വെബ് ഡയറി. ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയുടെ താഴെ ഒരു ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു CSS പൊസിഷനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് CSS പൊസിഷനെ പറ്റിയാണ്. സംഭവം ശരിയാണ്, CSS പൊസിഷൻ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം തെറ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ സിമ്പിളായിട്ട് CSS പൊസിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു എലമെൻറ്റിനെ മറ്റൊരു എലമെൻറ്റിന് മുകളിലേക്ക് എടുത്ത് വെക്കണം. അതിനു വേണ്ടിയിട്ടാണ് CSS പൊസിഷൻ ഉപയോഗിക്കുന്നത്. CSS പൊസിഷൻ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഒരു എലമെൻറ്റിനെ മറ്റൊരു എലമെൻറ്റിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ CSS പൊസിഷൻ ഉപയോഗിക്കുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് നമ്മൾ ബോക്സസ് എന്ന് പറയുന്ന ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നമ്മൾ ബോക്സ് 1, ബോക്സ് 2, ബോക്സ് 3, ബോക്സ് 4, ബോക്സ് 5 എന്ന് പറയുന്ന 5 ബോക്സ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്തുള്ള 5ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ ബോക്സിനെ നമുക്ക് 1ാമത്തെ ബോക്സിൻ്റെ മുകളിൽ കൊണ്ടുവെക്കണം. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ CSSലെ പൊസിഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊസിഷൻ ഒന്നും കൊടുത്തിട്ടില്ല, നമ്മളൊരു ഈ ബോക്സസിനോ അല്ലെങ്കിൽ ബോക്സിനോ നമ്മൾ പൊസിഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് പൊസിഷൻ സ്റ്റാറ്റിക് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഇനി പൊസിഷൻ അപ്ലൈ ചെയ്യാനുള്ള മെയിൻ 2 റൂൾ എന്താണെന്ന് വെച്ചാൽ, ഏത് പേരൻറ്റിനനുസരിച്ചാണോ നമ്മുടെ ഈ ചൈൽഡ് ഡിവ് അതായത് ബോക്സ് മൂവ് ചെയ്യേണ്ടത്, ആ പേരൻറ്റ് ഡിവിന് നമ്മൾ എന്ത് കൊടുക്കണം? പൊസിഷൻ റിലേറ്റീവ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പേരൻറ്റ് എന്ന് പറയുന്നത് ബോക്സസ് ആണ്. അപ്പോൾ ബോക്സസിന് നമ്മൾ പൊസിഷൻ റിലേറ്റീവ് കൊടുത്തു. ഇനി ഈ 5 ബോക്സിൽ ഏത് ബോക്സിനാണോ നമുക്ക് മൂവ് ചെയ്ത് മുകളിൽ കൊണ്ടുവരേണ്ടത്, ആ ബോക്സിന് നമ്മൾ പൊസിഷൻ അബ്സല്യൂട്ട് കൊടുക്കുക. ഈ 2 വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ബോക്സിനെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ബോക്സസിനുള്ളിൽ മാറ്റുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് മാറ്റുവാനായിട്ട് നമുക്ക് ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും മാറ്റാമെന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് വാല്യൂസ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതായത് 1ാമത്തെ വാല്യൂ ടോപ്പിൽ നിന്ന് എത്ര താഴേക്ക് വരണം, 2ാമത്തെ വാല്യൂ റൈറ്റിൽ നിന്ന് എത്ര വരെ വരണം, 3ാമത്തെന്ന് വെച്ചാൽ ബോട്ടത്തിൽ നിന്ന് എത്ര വരണം, 4ാമത്തെന്ന് വെച്ചാൽ ലെഫ്റ്റിൽ നിന്ന് എത്ര വരണം. ഈ 4 വാല്യൂ അല്ലെങ്കിൽ ആവശ്യാനുസരണം നമ്മൾ ഈ വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ബോക്സസിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ബോക്സസ് എന്ന് പറയുന്നൊരു ഡിവ് ഉണ്ട്. അതിനകത്ത് ബോക്സ് 1, ബോക്സ് 2 മുതൽ ബോക്സ് 5 വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ തവണ ബോക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഡോം എന്ന് പറയുന്നത് നമ്മുടെ ബ്രൗസറാണ്. ആ ബ്രൗസറിൽ നിന്ന് ഒരു സ്പേസ് അത് എടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ ബോക്സ് 1 നമ്മളൊരു 50 പിക്സൽ, ഈ ബോക്സിനെല്ലാം നമ്മളൊരു 50 പിക്സൽ ഹൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബോക്സ് 1ന് 50 പിക്സൽ കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ താഴെ ആയിരിക്കും ബോക്സ് 2 വരുന്നത്, അതിൻ്റെ താഴെ ആയിരിക്കും ബോക്സ് 3 വരുന്നത്. അത് ഡോമിൽ നിന്ന് സ്പേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്ര തവണ നമ്മൾ ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നോ അത്രയും സ്പേസ് എടുത്തുകൊണ്ടിരിക്കും. പക്ഷേ പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു എലമെൻറ്റിന് പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ എലമെൻറ്റ് ഒരിക്കലും നമ്മുടെ ഡോമിൽ നിന്ന്, നമ്മുടെ ബ്രൗസറിൽ നിന്ന് സ്പേസ് ഒന്നും തന്നെ എടുക്കത്തില്ല. അതിങ്ങനെ ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഒന്നിൻ്റെ മുകളിൽ പോയിരിക്കും. ഏതിൻ്റെ മുകളിലാണ് പോയിരിക്കേണ്ടത് എന്നത് നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഏതൊക്കെ വാല്യൂ വെച്ചിട്ട്, ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ്. അപ്പോൾ ഇതാണ് CSS പൊസിഷൻ്റെ ഒരു ഓവർവ്യൂ. അപ്പോൾ നമുക്ക് നേരെ ഒരു എക്സാമ്പിളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഒരു 5 ഡിവ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷോർട്ട് ഫോമാണ് ഉപയോഗിക്കുന്നത്. അതായത് div ഡോട്ട് ഏതാണോ ക്ലാസ്സിൻ്റെ നെയിം, എനിക്കിവിടെ ബോക്സ് എന്നാണ് ക്ലാസ്സിൻ്റെ നെയിം വേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ബോക്സ് 1 എന്ന് പറയുന്ന ഒരു ക്ലാസ് കൂടി ആഡ് ചെയ്യണം. അതിനുശേഷം എത്ര ഡിവ് ആണ് എനിക്ക് വേണ്ടത്? അപ്പോൾ എനിക്കൊരു 5 ഡിവ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ 5 ഡിവിന് വേണ്ടിയിട്ട് *5 എന്ന് കൊടുത്തിട്ട് ടാബ് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം 5 ഡിവ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ വന്നിട്ട് അകത്ത് ബോക്സ് 1 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി 2ാമത്തേന് ബോക്സ് 2 എന്ന് കൊടുത്തു. ഇവിടെ ബോക്സ് 1 അല്ല, ബോക്സ് 2. ഇവിടെ ഞാൻ ബോക്സ് 3 കൊടുത്തു. ഇതിന് ഞാൻ ബോക്സ് 3 എന്ന് കൊടുത്തു. ഇതുപോലെ തന്നെ ഞാൻ ബാക്കി 2 ഡിവ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള ഡിവും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ക്ലാസ്സാണ് ബോക്സ്. കൂടാതെ തന്നെ ഒരു എക്സ്ട്രാ ക്ലാസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടൻറ്റ് നമ്മൾ ബോക്സ് 1 മുതൽ ബോക്സ് 5 വരെ കൊടുത്തു. അപ്പോൾ നമ്മൾ എപ്പോൾ പൊസിഷൻ ഉപയോഗിക്കുന്നു അപ്പോഴെല്ലാം നമുക്കൊരു പേരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് വെച്ച് മാത്രമേ നമ്മളെപ്പോഴും പൊസിഷൻസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഡിവിനെ എല്ലാം കൂടി വന്നിട്ട് ഞാൻ ബോക്സസ് എന്ന് പറയുന്ന മറ്റൊരു ഡിവിനകത്താക്കി. അപ്പോൾ നമുക്കിവിടെ ബോക്സസ് എന്ന് പറയുന്ന പേരൻറ്റും അകത്തുള്ള ബാക്കിയുള്ള ഡിവ് എല്ലാം അതിൻ്റെ ചൈൽഡുമായി. അപ്പോൾ നമ്മുടെ ഇവിടെ റിസൾട്ട് നമുക്ക് കാണാം. ബോക്സ് 1 മുതൽ ബോക്സ് 5 വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് CSSലേക്ക് കടക്കാം.